പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ അങ്ങയോട് അപേക്ഷിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രാർത്ഥനാവശ്യം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ഇന്നത്തെ ആവശ്യത്തിനു വേണ്ടി ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിനായി 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിനായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.
കർത്താവ് നിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിൻ്റെ നാമത്തിൽ ജീവിതഭാരങ്ങളിൽ ഇരിക്കുന്നവരെ ഈ പ്രാർത്ഥന കൊണ്ട് പ്രത്യേക ആശ്വാസം പ്രാപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ അതിജീവിക്കുവാൻ അവർക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരോ രോഗത്തെക്കുറിച്ച് ഓരോരുത്തർക്ക് കൊടുത്തിരിക്കുന്ന കാഴ്ചപ്പാടുകൾ, തങ്ങൾ രോഗം കൊണ്ട് ഇനി വലയാൻ പോവുകയാണെന്ന് ചിന്തിച്ച് വിഷമിക്കുന്നവരുടെ മേൽ, ഓപ്പറേഷൻ പേര് നിശ്ചയിച്ചിരിക്കുന്നവരുടെ മേൽ, അവരുടെ ഭവനങ്ങളുടെ മേൽ കർത്താവിൻ്റെ കാരുണ്യം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ പീഡാനുഭവത്തെ ഓർത്തും പഞ്ചക്ഷതങ്ങൾ ഓർത്തുകൊണ്ടും ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങയുടെ ദൃശ്യന് സ്വീകാര്യമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുടി കൊഴിയുന്നവരുണ്ട് കർത്താവെ, കണ്ണിന് കാഴ്ച മങ്ങുന്നവരുണ്ട് കർത്താവെ, കണ്ണിന് ഓപ്പറേഷൻ ചെയ്യുന്നവരുണ്ട് കർത്താവെ. അങ്ങനെ എല്ലാവരും അങ്ങ് കണ്ണുകളെ സ്പർശിക്കണമേ. മൂക്കിൽ ദശ വളരുന്നവർ, ആന്തരികമായ അപകടങ്ങളിൽ ശിഷ്ടമുള്ളവർ, കർത്താവ് ഞരമ്പുകൾ ബ്ലോക്കുള്ളവർ എല്ലാവരെയും സമർപ്പിച്ച്, മുഴകളുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇപ്പോൾ പരീക്ഷ എഴുതുന്ന മക്കൾ കർത്താവെ, പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന മക്കൾ, പരീക്ഷ എഴുതി തീർന്ന മക്കൾ, അവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കൾ, യോഗ്യതാ പരീക്ഷ, മത്സര പരീക്ഷ, അങ്ങനെ ഓരോ പരീക്ഷകളിലെയും കർത്താവെ അവരുടെ പെർഫോമൻസ് വളരെ പൂറായിട്ടുള്ളവരുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവ് നിൻ്റെ കൃപ കൊണ്ട് മാത്രമേ അങ്ങനെ രക്ഷപ്പെടത്തുള്ളൂ. കർത്താവ് അനുദപിക്കുന്ന എല്ലാവരും മേലും നിൻ്റെ അനുഗ്രഹം നൽകണം, ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. തങ്ങൾക്കുള്ള കാർഷിക വിഭവങ്ങൾ വിറ്റുമാറ്റാൻ പറ്റാത്തവർ, കാർഷിക വിഭവങ്ങൾ കടന്നുപോയവർ, അതിൻ്റെ പേരിൽ തന്നെ പാട്ടത്തിനെടുത്ത് പൈസ വിലക്ക് പലിശ കൂടുന്നവർ, കർത്താവ് അങ്ങനെയൊക്കെ പലിശ കൂടുന്നതനുസരിച്ചുകൊണ്ട് ഇത് വിറ്റുമാറ്റിയാലും കടക്കാരെ നിലനിർത്താൻ പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്യുമെന്നറിയാൻ പാടില്ലാതെ അടുത്ത വിളവെടുപ്പിന് വേണ്ടിയുള്ള സാമഗ്രികൾ സെറ്റ് ചെയ്യാൻ കഴിയാതെ വരുന്നവർ, മടുത്ത് തീർന്ന് തുലച്ച് എന്ത് ജീവിതമെന്ന് ഓർത്തുകൊണ്ട് ഭാരപ്പെടുന്നവർ, കർത്താവേ നീ അവരുടെ കരുണ തോന്നെ പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർ, എൻ്റെ കർത്താവ് വഴിയില്ലാത്തവർ, നടവഴി പോലും നഷ്ടപ്പെട്ടവർ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തി, സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, മദ്യലഹരിയിലും രാസലഹരിയിലുമൊക്കെ അടിപ്പെട്ടു പോയ കുടുംബങ്ങൾ, കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം അവിടെ മെച്ചുന്തമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ നോൻപ് കാലം എന്ന് പറയുമ്പോൾ അനുതാപത്തിൻ്റെ കാലമാണ്. പക്ഷെ എന്തിനനുദപിക്കണം? നമ്മൾ അനുദപിക്കണത് കുമ്പസാരിക്കാൻ വേണ്ടിയാണ്, കത്തോലിക്കര് അതല്ല ഉദ്ദേശം, അതല്ല. അനുദപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക. സുവിശേഷം എന്താണ് പറയണത്? അനുദപിക്കുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ സുവിശേഷം നമുക്ക് നൽകണത് അതനുസരിച്ച് നമ്മൾ അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ നടപടിക്രമം, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ ദൈവരാജ്യം സമീപിച്ച് നമ്മൾ ദൈവരാജ്യത്തിലാകുകയാണ്. ദൈവത്തിനാണ് പ്രാധാന്യം കിട്ടേണ്ടത്. അപ്പം നമ്മൾക്ക് ഒരു അടയാളം കിട്ടിയിട്ട് ഞാൻ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ, അടയാളങ്ങൾ കണ്ടതുകൊണ്ടാണ്, അപ്പം കഴിച്ച് തൃപ്തരായത് കൊണ്ട് ആണ് നിങ്ങൾ വിശ്വസിക്കണം എന്നുള്ള വചനമില്ല ഈശോയുടെ. യോഹന്നാൻ 6:26. യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും അപ്പം ഒക്കെ ഒരു അടയാളമാണ്. ശരിക്കും പറഞ്ഞാൽ എന്തിൻ്റെ അടയാളമാണ്? ദൈവരാജ്യം വന്ന് പുലർന്നു കഴിഞ്ഞതിൻ്റെ അടയാളമാണ്. കാര്യം ശക്തിയിലാണ് ദൈവരാജ്യം വരണത്. 1 കൊരിന്ത്യർ 4:20 എടുത്തേ. ദൈവരാജ്യം വാക്കുകളിലല്ല ശക്തിയിലാണ്. അപ്പം ദൈവരാജ്യം ശക്തി എന്ന് പറയുമ്പോൾ എന്താണ്? ശക്തിക്ക് എപ്പോഴും അടയാളം ഉണ്ടാകും. അപ്പം ശക്തിയുടെ അടയാളമാണ് ഈശോ പറയണത്. ശക്തിക്ക് ഇപ്പോൾ രോഗസൗഖ്യം നടക്കണത് എന്തുകൊണ്ടാണ്? ആ ശക്തിയുടെ അടയാളമാണ്. പക്ഷെ ശക്തി എന്തിൻ്റെ അടയാളമാണ്? ശക്തിയുടെ അടയാളമല്ല, ദൈവരാജ്യത്തിൻ്റെ അടയാളമാണ്. അപ്പം അടയാളം കാണിക്കണത് എന്തിൻ്റെയാണ്? ദൈവരാജ്യത്തിൻ്റെയാണ്. അപ്പോൾ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിൻ്റെയാണ്? ശക്തിക്കാണ്. പക്ഷേ ശക്തി എന്തിൻ്റെതാണ്? ദൈവരാജ്യത്തിൻ്റെതാണ്. അപ്പോൾ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞതിൻ്റെ അടയാളമായിട്ടാണ് ഇതുപോലെ അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും നടക്കുന്നത്. മത്തായി 16:4. ദുഷിച്ചതും അവിശ്വസ്തവുമായ അതാണ് വിഷയം. അയാളുടെ വിഷയം ദുഷിച്ചതും അവിശ്വസ്തതുമായ ഈ തലമുറ
അടയാളം അന്വേഷിക്കുന്നു. യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അതിന് നൽകപ്പെടുകയില്ല. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അടയാളം അന്വേഷിക്കുന്നവര് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ദൈവത്തെക്കാൾ പ്രാധാന്യം ദൈവത്തിൻ്റെ അടയാളങ്ങൾക്ക് കൊടുക്കും. മർക്കോസിന്റെ 1:15 വാക്യം. അവൻ പറഞ്ഞു സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. കാര്യം സത്യസന്ധമായിട്ടാണ് വിശ്വാസം ആൾക്കാർ സ്വീകരിക്കണമെങ്കിൽ അത് അടയാളം കണ്ടിട്ടാണ് ആൾക്കാർ സ്വീകരിക്കുന്നത്. പക്ഷേ അടയാളങ്ങളിലല്ല കാര്യം ഇരിക്കുന്നത്, ശക്തിയിലാണ്. എന്നാൽ അതിനെ പ്രതിനിധീകരിക്കുന്ന ശക്തിയിലാണ്. എന്നാൽ ശക്തിയല്ല കാര്യം ഇരിക്കുന്നത്. എന്തിലാണ്? ദൈവരാജ്യത്തിലാണ്. ദൈവത്തിൻ്റെ തിരുമനസ്സ് നിറവേറപ്പെടുന്ന ഒരു സമയം, ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കർത്താവിൻ്റെ വചനം അനുസരിച്ച് നമ്മുടെ ജീവിതം പുനഃക്രമീകരിക്കേണ്ട ഒരു സമയം. അങ്ങനെ ജീവിതം പുനഃക്രമീകരിക്കുന്നതിന് ആവശ്യമായ നടപടിക്രമമാണ് പശ്ചാത്താപം. അതുകൊണ്ടാണ് പറയണത് പശ്ചാത്തപിക്കുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈ ദൈവരാജ്യത്തെക്കുറിച്ച് അവസാന ശിഷ്യന്മാർ ചോദിക്കും, കർത്താവേ, അങ്ങ് രാജ്യം സ്ഥാപിക്കണമെന്ന് ഇപ്പോഴാണോ എന്ന്. അവസാനം വരെ ഈ വിഷയം ഇങ്ങനെ നിൽക്കുന്ന കാണാം. അതായത് അവസാനം വരെ മങ്ങാതെ ഇങ്ങനെ തിളങ്ങി നിൽക്കേണ്ട സബ്ജക്റ്റാണ് ദൈവരാജ്യം. അപ്പോൾ കർത്താവ് ഇടയ്ക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് പറയുകയും, ദൈവരാജ്യം അവിടെയാണ് ഇവിടെയാണ് എന്ന് നിങ്ങൾ ആരും പറഞ്ഞാൽ വിശ്വസിക്കരുത്. കാര്യം എന്താണ്? ദൈവരാജ്യം നിങ്ങൾ തന്നെയാണെന്ന്. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ ദൈവ തിരുമനസ്സിന് സ്വയം സമർപ്പിച്ച് ദൈവത്തിൻ്റെ ദൈവകൃപയിൽ ജീവിക്കാൻ തീരുമാനിച്ച് സുവിശേഷത്തിൻ്റെ സാക്ഷിയാകാനും സുവിശേഷത്തിൻ്റെ പ്രയോക്താവാകാനൊക്കെ തീരുമാനിച്ച് സ്വന്തമായിട്ട് തീരുമാനിച്ച് ആൾക്കാർക്ക് ഒത്തിരി പേര് അങ്ങനെ സാക്ഷ്യം പറയുന്നുണ്ട്. അതായത് ചിലർ പറയും ഞങ്ങൾ മരണം വരെ ഉടമ്പടി ജീവിക്കും. അത് ക്രിസ്ത്യൻസ് നോൺ ക്രിസ്ത്യൻസും പറയുന്നുണ്ട്. എന്താണ്? അവർക്ക് ദൈവരാജ്യത്തിൻ്റെ രുചി മനസ്സിലായി, ദൈവസ്നേഹത്തിൻ്റെ ആധിക്യം മനസ്സിലായി. അതിനുവേണ്ടി സ്വയം സമർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ദൈവരാജ്യത്തിൻ്റെ നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം മനസ്സിലായി. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ മരണം വരെ ഉടമ്പടി ജീവിക്കുമെന്ന് പറഞ്ഞത്. നമ്മൾ മരണം വരെ ഉടമ്പടി ജീവിക്കുന്ന ഒരാൾ പറഞ്ഞാൽ അദ്ദേഹം ദൈവരാജ്യത്തിൽ മരണം വരെ നിലനിൽക്കുമെന്നതിൻ്റെ അർത്ഥം. അതുപോലെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.